പ്രതികൂല അവസ്ഥയിലും കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ജില്ലയാണ് എറണാകുളം. 2021 LDFിന് അനുകൂലമായി ഒരു വിധിയെഴുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നപ്പോൾ കോൺഗ്രസിനും UDFിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് 14 സീറ്റുകളുള്ള ഈ ജില്ലയിലാണ്. അങ്കമാലി, ആലുവ, തൃക്കാക്കര, എറണാകുളം, തൃപ്പൂണിത്തുറ, കളമശ്ശേരി, കൊച്ചി, വൈപ്പിൻ, പറവൂർ, കുന്നത്തുനാട്, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇവയിൽ കൊച്ചി, വൈപ്പിൻ, കുന്നത്തുനാട്, കളമശ്ശേരി, കോതമംഗലം എന്നിവയാണ് കഴിഞ്ഞ വട്ടം UDFിന് നഷ്ടമായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഹൈബി ഈഡനും ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹ്നാനും വിജയം പ്രതീക്ഷിച്ചതിലേറെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു. ഈ തിരക്കഥയാണ് ഡിസംബറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തമായതും. ജില്ലയിലെ 14 സീറ്റുകളിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDF പ്രവർത്തകർക്കും ഏറെ ആവേശം നൽകുന്ന ഫലങ്ങളാണ് ജില്ലയിലുടനീളം അരങ്ങേറിയത്. നിലവിലുള്ള MLAമാരെ വീണ്ടും മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് ഇതിനോടകം തീരുമാനിച്ചിരിക്കവേ അങ്കമാലിയിൽ റോജി M. ജോണും, ആലുവയിൽ അൻവർ സാദത്തും, എറണാകുളത്ത് TJ വിനോദും, പറവൂരിൽ പ്രതിപക്ഷ നേതാവായ VD സതീശനും, തൃക്കാക്കരയിൽ ഉമാ തോമസും, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയും, മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനും മത്സരരംഗത്തുണ്ടാകുമെന്നത് തീർച്ചയാണ്. കഴിഞ്ഞ തവണ K. ബാബുവിലൂടെ തിരിച്ചുപിടിച്ച തൃപ്പൂണിത്തുറയിൽ പക്ഷേ ഒരു പുതുമുഖമായിരിക്കും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാരണം മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ ബാബു ഇതിനോടകം തീരുമാനിച്ചതിനാലാണ് ഇവിടെ ഒരു പുതുമുഖത്തിന് അവസരം ലഭിക്കുക. അങ്കമാലിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേട്ടം 12,249 വോട്ടുകളോട് കൂടിയായിരുന്നുവെങ്കിൽ ആലുവയിൽ ഇത് 11,849 ആയിരുന്നു. തൃക്കാക്കരയിലാകട്ടെ കോൺഗ്രസ് ലീഡ് 15,291 ആയിരുന്നപ്പോൾ എറണാകുളത്ത് ഇത് 15,384 ആയിരുന്നു. കഴിഞ്ഞ 25 കൊല്ലങ്ങളായി VD സതീശൻ പ്രതിദാനം ചെയ്യുന്ന പറവൂരിലാകട്ടെ 10,586 പെരുമ്പാവൂരിൽ 12,714 ലീഡ്. മൂവാറ്റുപുഴയിൽ ഈ ലീഡ് ഒട്ടും പുറകിലല്ലായിരുന്നു. ഇവിടെ UDFിന് നേട്ടം നൽകിയത് 14,137 അധികം വോട്ടുകളാണ്. സാമാന്യ രീതി കണക്കാക്കുമ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസിനും UDFിനും ഒപ്പം നിൽക്കുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് അല്പമെങ്കിലും വെല്ലുവിളി നേരിടുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഇവിടെ BJP മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു എങ്കിലും UDFിന്റെ ലീഡ് പരിമിതമാണെങ്കിലും 243 വോട്ടുകളായിരുന്നു. എന്നാൽ ഊർജ്ജസ്വലനായ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയിലൂടെ ഈ സീറ്റ് നിലനിർത്താൻ സാധിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഈ ജില്ലയിൽ നിന്നും 2021 വിജയിച്ചത് പിറവത്ത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവായ അനൂപ് ജേക്കബാണ്. ഇവിടെ പഞ്ചായത്ത് തലത്തിൽ 12,714 വോട്ടുകൾക്കാണ് UDF മുന്നിട്ട് നിന്നത്. മറ്റൊരു ഘടകകക്ഷി മണ്ഡലമായ കോതമംഗലത്ത് 2021 കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പരാജയം കണ്ടെങ്കിലും ഇവിടെ പഞ്ചായത്ത് തലത്തിൽ UDF ലീഡ് 14,137 ആയിരുന്നു. ഉഭയകക്ഷി ചർച്ചയിൽ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുവാൻ ഒരു ശ്രമം നടത്തുവാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥി ടെലിവിഷൻ ചർച്ചകളിലൂടെ ഏവർക്കും സുപരിചിതനായ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഡോക്ടർ ജിൻഡോ ജോൺ ആയിരിക്കും. ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനും UDFിനും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ 4 സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ. ഇവയിൽ പ്രാധാന്യമർഹിക്കുന്നത് കളമശ്ശേരി മണ്ഡലമാണ്. നിലവിൽ ഈ സീറ്റ് അസംബ്ലിയിൽ പ്രതിദാനം ചെയ്യുന്നത് വ്യവസായ മന്ത്രിയും CPM നേതാവുമായ P. രാജീവാണ്. UDFിന് ആത്മവിശ്വാസം നൽകിയിട്ടുള്ള ഒരു വസ്തുത ഇവിടെ പഞ്ചായത്ത് തലത്തിൽ നേടിയെടുക്കാൻ സാധിച്ച 14,242 വോട്ടുകളുടെ ലീഡാണ്. ഈ മണ്ഡലം 2011 16 പ്രതിനിധീകരിച്ചത് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായിരുന്നു ഇവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. കളമശ്ശേരി മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് നോട്ടമിട്ടിട്ടുള്ള മറ്റൊരു സീറ്റാണ്. ഇത് വിജയം കണ്ടാൽ ഇതിനോടകം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള നിലവിലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിലൂടെ കളമശ്ശേരിയിൽ വീണ്ടും വെന്നിക്കൊടി പാറിക്കാനാകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള വിശ്വാസം. കുന്നത്തുനാട് 2021 കോൺഗ്രസിന് നഷ്ടമായത് ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. ഇതിന് കാരണമായത് കിഴക്കമ്പലം അടിസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്വതന്ത്ര സംഘടനയായ 2020 ആയിരുന്നു. എന്നാൽ 2020 ഇപ്പോൾ BJP നയിക്കുന്ന NDA ക്യാമ്പിലാണ്. ഇത് ആ സ്വതന്ത്ര സംഘടനയിൽ തന്നെ വൻ പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചത്. BJPയുമായുള്ള കൂട്ടുകെട്ട് പരസ്യമായി എതിർത്തുകൊണ്ട് തന്നെ 2020 പ്രമുഖ നേതാക്കൾ പലരും കോൺഗ്രസിലേക്കോ CPMലേക്കോ ചുവടുമാറ്റുന്നതാണ് നാം ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടത്. പഞ്ചായത്ത് തലത്തിൽ ഇവിടെ മുന്നിട്ട് നിന്നത് UDF ആണ്. 12,874 വോട്ടുകൾക്ക്. കൊച്ചിയിലെയും വൈപ്പിനിലെയും സ്ഥിതിഗതികളും വ്യത്യസ്തമല്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്നതിനു ശേഷം കൊച്ചി 9,273 വോട്ടുകൾക്കും വൈപ്പിൻ 5,320 വോട്ടുകൾക്കുമാണ് UDF-നൊപ്പം നിന്നത്. CPM-ഉം LDF-ഉം നിലവിൽ സംസ്ഥാനത്ത് ഉടലെടുത്തിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അംഗീകരിക്കില്ല എങ്കിൽ കൂടിയും നിലവിൽ അവരോടൊപ്പം നിൽക്കുന്ന 5 സീറ്റുകൾ കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കൊച്ചി, വൈപ്പിൻ എന്നീ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇവിടങ്ങളിലെ അന്തിമ ഫലത്തിന് ഏറെ നിർണായകമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ UDF ജില്ലയിൽ ഒരു തൂത്തുവാരൽ നടത്തിയാൽ അതൊട്ടും അതിശയമായിരിക്കില്ല എന്നാണ് നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നതും. മധ്യ കേരളത്തിലെ മറ്റൊരു ജില്ലയായ ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളുമായി നാളെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.